ഹായ് ഹായ്. നമുക്കിന്നൊരു ലൈവ് ഇടാമെന്ന് ഓർത്തു. താല്പര്യമുള്ളവർക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ചോദിച്ചോളൂ. ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ടോം കാലായിൽ, ലിജു സി തോമസ്, പളനി, സർ ഹൗ ആർ യു? ഐ ആം ഫൈൻ, താങ്ക് യു. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കേട്ടോ. ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്. ഞാൻ എന്തായാലും അടുത്തിടയ്ക്ക് ഏതെങ്കിലും ഇൻ്റർവ്യൂസ് ഉണ്ടോ എന്ന് നോക്കിക്കോട്ടെ. ചെന്നൈയിലെ കാർഗോ ഓപ്പറേഷൻസിൽ ഇൻഡിഗോയിൽ വേക്കൻസി ഉണ്ട്. എന്താണ് കാർഗോ പഠിച്ച ആരെങ്കിലും ഉണ്ടോ? കാർഗോയിൽ ചെന്നൈയിൽ വേക്കൻസി കിടപ്പുണ്ട്. എൻ്റെ അത് റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കട്ടെ. സർ ഹൗ ആർ യു? ഫൈൻ ഫൈൻ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കൂ, നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, കാർഗോ വേക്കൻസി ഇൻഡിഗോയിൽ കിടപ്പുണ്ട്. പർപ്പസ്: the position is responsible for efficient handling of outbound domestic and international cargo from the station and handling of inbound cargo arriving at the station. കേട്ടോ? ആരെങ്കിലും ഉണ്ടോ? പ്ലീസ് ഷെയർ ദ ഡീറ്റെയിൽസ്. എൻ്റെ മോനെ, ഞാൻ എല്ലാം കൂടെ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഇൻഡിഗോയുടെ കരിയേഴ്സിൽ കയറുക. അതിൻ്റെ അകത്ത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇത് ചെന്നൈയിലാണ് ഈ ഒരു വേക്കൻസി ഞാൻ കണ്ടത്. ജോബ് പോസ്റ്റിംഗ് സ്റ്റാർട്ട് ഡേറ്റ് 6th August. 6th August എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ ഡേറ്റാ അല്ലേ? അപ്പം പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയാം. ഇതിൻ്റെ അകത്ത് കാർഗോ ഹാൻഡ്ലിംഗ് അറിഞ്ഞിരിക്കണം എന്നുണ്ട്. എൻഷുർ പ്രോപ്പർ പാക്കിംഗ്, മാർക്കിംഗ് ആൻഡ് വെയിറ്റ്. നമ്മൾ കാർഗോ പഠിക്കുവാണെങ്കിലേ ഉള്ളൂ ഈ ഒരു പൊസിഷനിൽ കാര്യമുള്ളൂ. കാരണം എല്ലാം എൻഷുർ കാർഗോ ഈസ് ഡെസ്പാച്ച് ഫ്രം ദ വെയർ ഹൗസ് ആൻഡ് ensure proper documentation and reports, ensure proper segregation and trolley makeup are done for flights, ensure cargo is properly loaded and unloaded from aircrafts. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതെന്തായാലും ഒന്ന് നോക്കണം കേട്ടോ. കാർഗോ വേക്കൻസീസ് നല്ല സ്കോപ്പുള്ളതാണ്. ഞാൻ എപ്പോഴും പറയും, കാർഗോ ആൻഡ് സെക്യൂരിറ്റി നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ ഗ്രോത്ത് ഉള്ള ഒരു സംഭവമാണ്. എല്ലാ എയർലൈൻസിനും മെയിനായിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സെക്യൂരിറ്റി ആൻഡ് ഒന്ന് കാർഗോ. ആരെങ്കിലുമൊക്കെ അത് പഠിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം കേട്ടോ. വേറെ ഓപ്ഷൻസ് കാർഗോ അല്ലാതെ നോക്കട്ടെ. അക്സെപ്റ്റ് ആയോ? ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് ഏത് കോഴ്സാണ് പഠിക്കേണ്ടതെന്ന് ചോദിക്കും, അല്ലെങ്കിൽ എവിടെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിക്കും. അത് ഞാൻ ഒരിക്കലും ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയത്തില്ല. പക്ഷെ ഞാൻ പറയുന്ന എല്ലാവരോടും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഏത് കോഴ്സ് വേണമെങ്കിലും പഠിച്ചു, ഓക്കെ, ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള. പക്ഷെ എന്ത് ജോലിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നതെന്നുള്ളത് നിങ്ങൾ ആദ്യമേ ഫോക്കസ്ഡ് ആയിരിക്കണം. എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്ത്, ഇപ്പൊ ക്യാബിൻ ക്രൂ ആണെന്ന് വെച്ചോ, ക്യാബിൻ ക്രൂ ഇന്റർവ്യൂസ് പോയി അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്യുമ്പം നിങ്ങളൊരു 1-2 ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ പറയുന്നത് മനസ്സിലായോ? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നിങ്ങൾ എന്ത് കോഴ്സാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കോഴ്സ്, കാരണം നമുക്ക് ഓൾറെഡി എന്താ പറയുന്നത്, ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് അവിടെ ചെല്ലുന്നത്. അപ്പൊ അവര് പറയുന്നത് നമ്മളെ കൺവിൻസ്ഡ് ആയി പോകും. അപ്പൊ അത് മാറാൻ വേണ്ടിയിട്ട് നോക്കണം. നമ്മൾ ഒരിക്കലും അവര് പറയുന്നത് കേട്ടല്ല കേട്ടോ, അവര് പറയുന്നത് കേട്ടല്ല. നമുക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുക. ആ കോഴ്സ് നമുക്ക് എന്താണ് ആവശ്യം, ആ കോഴ്സ് നമ്മൾ പഠിക്കുക. ക്യാബിൻ ക്രൂ ഇന്റർവ്യൂസ് ഒക്കെ പോയി അറ്റൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ക്രൂ
കൗണ്ട് വിൽ ഡിപ്പെൻഡ് ഓൺ എയർലൈൻസ്. അത് ഉറപ്പായിട്ടും എയർലൈൻസ്, ചില എയർലൈൻസ് ഒക്കെ പാസഞ്ചർ കൗണ്ട് അനുസരിച്ചാണ് ക്രൂവിനെ സെറ്റ് ചെയ്യുന്നത്. അത് ലോ കോസ്റ്റ് ആണെങ്കിൽ മിനിമം 4 വേണം. എത്ര ഡോസ് ഉണ്ടോ അതാണ് മിനിമം. അത് കഴിഞ്ഞ് മാക്സിമം എന്ന് പറഞ്ഞാൽ എത്ര ജെം സീറ്റ്സ് ഉണ്ടോ അത്രയും. അതല്ലാതെ തന്നെ പാസഞ്ചർ സീറ്റിലും എല്ലാം കൊടുക്കും. ഓക്കെ, യൂഷ്വലി നമ്മൾ പറയുന്നത് ഒരു എയർബസ് 320 ഒക്കെ ആണെങ്കിൽ 6 ക്രൂ മാക്സിമം, 4 ക്രൂ മിനിമം. പിന്നെ അതിൽ കൂടുതലൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവരുണ്ട്. അത് ബിസിനസ് ക്ലാസ് ഉണ്ടെങ്കിൽ മാറും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരിക്കലും നേരത്തെ ഇത്രേ എടുക്കാവുള്ളൂ എന്നൊന്നുമില്ല. മിനിമം എന്ന് പറഞ്ഞാൽ എത്ര ഡോസ് ഉണ്ടോ അത്രയും ക്രൂ വേണം. ഹൗ ടു ക്രിയേറ്റ് എ ബെസ്റ്റ് CV? അത് നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ഞാൻ CV ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ CV എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് വെക്കുന്ന പോലെ. ഓക്കെ, ചോറ് അല്ലെങ്കിൽ ബിരിയാണി വെക്കുന്ന പോലെ. നമുക്ക് അരിയുണ്ട്. അരി എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ എഡ്യൂക്കേഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഓരോ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഏതരിയാണ്, അല്ലെങ്കിൽ നമുക്ക് ചോറ് വെക്കാൻ അറിയാം. നമുക്ക് ചോറ് വെക്കാൻ അറിയാവുന്നുണ്ടെങ്കിൽ ഒരിക്കലും ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമെന്നില്ല, പക്ഷെ ഏറെക്കുറെ ഒപ്പിക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെയാണ് CV ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ബിരിയാണിയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നമ്മൾ ബസ്മതി അരി യൂസ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ബിരിയാണി അരി യൂസ് ചെയ്യണം. അല്ല, നമുക്ക് കഞ്ഞിയാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അരി യൂസ് ചെയ്യണം. അപ്പൊ ഈ CV ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെക്യൂരിറ്റിക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എയർലൈനാണ്, എമിറേറ്റ്സിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ CV, എമിറേറ്റ്സിന് ക്രിയേറ്റ് ചെയ്ത CVയും വെച്ചോണ്ട് നമ്മൾ ഇൻഡിഗോയ്ക്ക് പോയാൽ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ ജോബ് റിക്വയർമെന്റിനും അവിടെ JD എന്ന് പറഞ്ഞുണ്ട്. JD എന്ന് പറഞ്ഞാൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് നമ്മുടെ റെസിപ്പിയാണ്. ഈ JD എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് JD എന്ന് പറയുന്നത്. ആ JDക്കകത്ത് എന്ത് പറയുന്നു അതനുസരിച്ചുള്ള CV വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. നമ്മൾ കസ്റ്റമർ സർവീസിന്റെ CV ആണ് കയ്യിരിക്കുന്നത്, പോയി അപ്ലൈ ചെയ്യുന്നത് സെക്യൂരിറ്റിക്കാണ്. നാം പൊതുവെ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഒരു CV ഉണ്ടാക്കും, ഒരു 100 ജോലിക്ക് അതേ CV ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയല്ല. നമ്മൾ അതുപോലെ തന്നെ വോക്ക് ഇൻ ഇന്റർവ്യൂ ആണെങ്കിൽ കൊടുക്കേണ്ട CV വേറെയാണ്. നമ്മൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട CV വേറെയാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇതില്ലാന്നുണ്ടെങ്കിൽ പലരും പറയുമല്ലോ, ഞാൻ CV അയച്ച് അത് റിജക്റ്റ് ആയിപ്പോയി. നമ്മൾ CV അയച്ചാൽ ഒരു 50% റിജക്റ്റ് ആവാനാണ് ചാൻസ്. പക്ഷെ നമ്മുടെ CVയിൽ എഴുതി വെച്ചിരിക്കുന്നത് കാരണം 90% അത് റിജക്റ്റ് ആയി പോകും. അപ്പൊ എപ്പോഴും CV ക്രിയേറ്റ് ചെയ്യുമ്പം ഏത് ജോലിക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ ജോലിയുടെ CV അയച്ചു കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്യൂരിറ്റി ആയിട്ട് ഒരു CV ഉണ്ടാക്കുക, കസ്റ്റമർ സർവീസിന് വേണ്ടിയിട്ട് ഒരു CV ഉണ്ടാക്കുക, കാർഗോ ആയിട്ട് ഒരു CV ഉണ്ടാക്കുക, അതുപോലെ ബാഗേജ് ഹാൻഡ്ലിംഗ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള CV ഉണ്ടാക്കുക, റാമ്പ് ആണെങ്കിൽ റാമ്പിന്റെ CV ഉണ്ടാക്കുക. അതനുസരിച്ചുള്ള സ്കിൽസ് വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കസ്റ്റമർ സർവീസിന്റെ സ്കില്ലും വെച്ചുകൊണ്ട് റാമ്പിൽ പോയിട്ട് ഒരു കാര്യമില്ല. അതുപോലെ തന്നെ കസ്റ്റമർ സർവീസിന്റെ സ്കില്ലും വെച്ചുകൊണ്ട് സെക്യൂരിറ്റിക്ക് പോയിട്ട് ഒരു കാര്യമില്ല. സെക്യൂരിറ്റിയുടെ സ്കില്ല് വെച്ചുകൊണ്ട് റാമ്പിൽ പോയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അത് എപ്പോഴും പഠിച്ചിരിക്കണം. എന്താണ് നമുക്ക് ആവശ്യം അതിനനുസരിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ റെസിപ്പിക്കകത്ത് ബസുമതി അരിയാണ്, ബിരിയാണിയാണ് നമ്മൾ വെക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആ ഒരു റെസ്യൂമേ ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ വെറുതെ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ അവിടെ പോയാൽ ഒരു കാര്യമില്ല. അതുപോലെ തന്നെയാണ് പറഞ്ഞത്, വോക്ക് ഇൻ ഇന്റർവ്യൂവിന്റെ CV വേറെയാണ്, അല്ലാതെ നമ്മൾ അയച്ചു കൊടുക്കുന്ന CV വേറെയാണ്. ഈ മെയിൻ എയർലൈൻസ് എല്ലാം ഹൗ ടു ഇംപ്രസ് ഇന്റർവ്യൂ ക്യാബിനറ്റ്, ഓരോ CV ക്രിയേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് മാറണം കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ക്രിയേറ്റ് ചെയ്തിട്ട് പറ്റുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചാ. ഞാൻ എല്ലാവരോടും പറയുന്നത് പോലെ നമ്മൾ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. എനിക്ക് എന്റെ നമ്പർ ഞാൻ തരുന്നോണ്ട് ഒരു കുഴപ്പമില്ല. എനിക്ക് DM അയച്ചാൽ മതി, ഞാൻ നമ്പേഴ്സ് തരാം കേട്ടോ. ഓക്കെ, ഹൗ ടു ഇംപ്രസ് ഇന്റർവ്യൂ ക്യാബിനറ്റ്. ഒന്നുമില്ല മോനെ, നമ്മൾ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 5 മിനിറ്റ് നമ്മളുടെ നമ്മളുടെ പെർഫോമൻസ് 5 മിനിറ്റ് ആണ് അവരാകെ നോക്കുന്നത്. ആ 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവും. നമ്മൾ ആ 5 മിനിറ്റ് പ്രോപ്പറായിട്ട് വെൽ ട്രെയിൻഡ് ആയിട്ട് അല്ലെങ്കിൽ വെൽ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നമുക്ക് നേടാൻ പറ്റും. നമുക്കിപ്പം ആദ്യത്തെ ഇന്റർവ്യൂവിന് പോയി, നമുക്ക് മിസ്സായി. അപ്പം നമുക്ക് മിസ്സായത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ പെർഫോം ചെയ്യാൻ പറ്റും.
ഒരിക്കലും ഒരേ മിസ്റ്റേക്ക് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നമ്മൾ വരരുത്. അതായത് നമുക്ക് ചിലപ്പം സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് കിട്ടിയില്ലെന്ന് വെച്ചു. ഞാൻ ഒരുപാട് പേരെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പം സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് കാണാതെ പഠിച്ചിട്ട് വരും. സെൽഫ് ഇൻട്രൊഡക്ഷന്റെ കാര്യങ്ങൾ കാണാതെ പഠിച്ചിട്ട്, സെൽഫ് ഇൻട്രൊഡക്ഷന്റെ അകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പൊ പറയുവാണെങ്കിൽ ഞാൻ എന്റെ കാര്യമായിരിക്കും പറയുന്നത്. ലൈക്ക് മൈ നെയിം ഇസ് ജെറിൽ ജോസ് തോമസ്, ഐ എം കമ്മിങ് ഫ്രം ഇന്ന ഇത്, മൈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇന്നതാണ്, ഫാദർ എന്താ പറയുന്ന ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇന്നതാണ്, അല്ലെങ്കിൽ എന്റെ സ്കിൽ ഇന്നതാണ്. ഓക്കെ, എല്ലാം എന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ ഒരിക്കലും നമ്മൾ അയലോക്കക്കാരന്റെ കാര്യം പറയുന്നില്ല. പക്ഷെ പിള്ളേർക്ക് പലർക്കും തെറ്റിപ്പോകുന്നതും ഈ ഫ്ലോയാണ്. ചിലർ ഇങ്ങനെ കാണാതെ പഠിച്ച് പറയുവാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാൻ ചോദിക്കും, ഇപ്പം എറണാകുളത്താണെന്ന് വെച്ചോ വീട്, ഐ എം കമ്മിങ് ഫ്രം കൊച്ചിന്നോ എറണാകുളം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ, എറണാകുളത്ത് എവിടെയാണെന്ന് ഞാൻ ചുമ്മാ ചോദിക്കും. അപ്പം അവരെന്തെങ്കിലും ഒന്ന് പറയും. ഇപ്പൊ എറണാകുളത്ത് കാക്കനാടാണ് അല്ലെങ്കിൽ എടപ്പള്ളിയിലാണ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ പിന്നെ എവിടുന്ന് തുടങ്ങണമെന്ന് അറിയത്തില്ല. അപ്പൊ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, സർ ഞാൻ ഒന്നും കൂടെ ഒന്നേന്ന് തുടങ്ങിക്കോട്ടെ എന്ന്. എന്താ എവിടുന്ന പിന്നെയും തുടങ്ങും ഒന്നേന്ന്, മൈ നെയിം ഇസ് ജെറിൽ ജോസ് തോമസ്, ഐ എം കമ്മിങ് ഫ്രം പിന്നത്. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുകയാണ്. ഇപ്പം ഐ എം എ ഡിഗ്രി ഹോൾഡർ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ചുമ്മാ ചോദിക്കും, ഡിഗ്രി ഏതായിരുന്നു, എവിടെയാ പഠിച്ചേ. ചുമ്മാ ഇതൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും കുറച്ചു നേരം കഴിയുമ്പോൾ പിന്നെ ഫ്ലോ പോകും. അപ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് കാണാതെ പഠിച്ചിട്ടാ വന്നേന്ന് മനസ്സിലാവും. അപ്പം അതൊക്കെയാണ് ഈ ഇന്റർവ്യൂ എന്താ ആ പാനലിനെ നമ്മൾ ഫൂൾ ആക്കുന്നത്. അപ്പൊ നമ്മൾ കാണാൻ പഠിച്ച് പറയുവാണെങ്കിലും നമുക്ക് നമ്മുടെ കാര്യം പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ വേറൊരു കാര്യങ്ങൾ ചോദിക്കത്തേ ഇല്ല. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് ഓക്കെ വി വിൽ ലെറ്റ് യു നോ എന്ന് പറയും. അപ്പം അതെപ്പോഴും മനസ്സിലാക്കണം കേട്ടോ. ഐ ഹോപ്പ് യു വിൽ മേക്ക് വീഡിയോസ് ഫോർ ലിഫ്റ്റ് ആൻഡ് ത്രസ്റ്റ് ഫോർ ദ എയർക്രാഫ്റ്റ് ഫ്ലാപ്പ് ഓപ്പറേഷൻ. മോനെ നീ എല്ലാം അറിയാമല്ലോ, പിന്നെന്തിനാ ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത്? ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്യത്തില്ല കേട്ടോ. ഞാൻ ഡീറ്റെയിൽ വീഡിയോ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യവും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയത്തില്ല. പിന്നെ ഞാൻ കൂടുതലും ഇനി എന്താ പറയാ കുറച്ച് ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നടത്തത്തില്ല. ഓക്കെ, അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ടെക്നിക്കൽ ഗൈ അല്ല, ഞാൻ നോൺ ടെക്നിക്കൽ ആണ്. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അതായത് ഞാൻ തെറ്റാണ് പറയുന്നത്, നിങ്ങളും തെറ്റാണ് മനസ്സിലാക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ പറയുന്നത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. പ്ലീസ് റെസ്പോണ്ട് ടു മൈ കമന്റ് ഫോർ ദ എയറോഡൈനാമിക് ആൻഡ് ദ എൻജിൻ പവർ സിസ്റ്റം ഇൻ ദ എയർക്രാഫ്റ്റ്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടെക്നിക്കൽ ആയിട്ടുള്ള ആളല്ല, നോൺ ടെക്നിക്കൽ ആണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് ആരെങ്കിലും കൊണ്ട് ട്രൈ ചെയ്യിക്കാം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യിക്കാം. ഓക്കെ, ഇന്റേൺഷിപ്പ് ഒക്കെ ഉണ്ടോ? എന്തിനു വേണ്ടിയിട്ടുള്ള ഇന്റേൺഷിപ്പാണ്? അതൊക്കെ പറയണം കേട്ടോ. നമ്മൾ ഈ എങ്ങും തൊടാതെ, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തിനാണ് എന്നുള്ളത്, സി വിയിൽ ഫോട്ടോ വെക്കാമോ? ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇംപ്രസ്ഡ് ആവും. നല്ല ഫോട്ടോസ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരിക്കലും പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതായത് നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പാസ്പോർട്ടിന് വേണ്ടി എടുക്കുന്ന അല്ലെങ്കിൽ വിസയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന അങ്ങനത്തെ ഫോട്ടോസ് ഒരിക്കലും വെക്കരുത്. നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണം, ഹെഡ് ഷോട്ട് ഫോട്ടോ അല്ലെങ്കിൽ ഹെഡ് ഷോട്ട് പിക്ചർ എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ അവിടെ ഒരുപാട് ടൈപ്പ് പ്രൊഫഷണൽ ഹെഡ് ഷോട്ട് ഫോട്ടോ എന്ന് പറഞ്ഞ് ഇട്ടാൽ മതി. അപ്പോൾ ഒരുപാട് കാണാൻ പറ്റും. നിങ്ങൾ അതിനനുസരിച്ചാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. യുവർ ഡെസിഗ്നേഷൻ ആൻഡ് സാലറി. ഡെസിഗ്നേഷൻ പറയാം, മാനേജർ ആണ്. സാലറി ഒക്കെ എന്തിനാ മോനെ? എന്തായാലും ഒരു 20 വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം അതിനനുസരിച്ചുള്ള സാലറി എന്തായാലും ഉണ്ട്. പിന്നെ ഞാൻ ഔട്ട് സ്റ്റേഷൻസിലുമാണ്, അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്തൊക്കെ ഉണ്ട് കേട്ടോ. ഏവിയേഷൻ കോഴ്സ് ഒക്കെ പഠിച്ചാൽ എന്താ? ഏവിയേഷൻ കോഴ്സ് പഠിച്ചാൽ പ്രത്യേകിച്ച് പ്രയോജനമുണ്ടോന്ന് വെച്ചാൽ പ്രയോജനമൊന്നുമില്ല. പക്ഷെ പഠിക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടും. കാര്യം അവർ 100 കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ഒരു 10 കാര്യം എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഏവിയേഷൻ കോഴ്സ് പഠിക്കുന്നത് നല്ലതാണ്. ചുമ്മാ പോയി ഈ 6 മാസത്തിൽ കൂടുതലുള്ള കോഴ്സ് ഒന്നും പഠിക്കരുത്. ഈ 6 മാസം ആണെങ്കിലും 1 വർഷം ആണെങ്കിലും 3 വർഷം ആണെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരേ കാര്യം. അതുകൊണ്ട് വെറുതെ ടൈം വേസ്റ്റ് ആണ്. അത് ഒന്നാമത്തെ കേസ്. രണ്ടാമത് മണി വേസ്റ്റ് ആണ്. നമ്മൾ 3 വർഷത്തെ കോഴ്സൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേനും 1.5 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം 8 ലക്ഷം വരെയൊക്കെ ഉള്ളതുണ്ട്. 3 ഇയർ കോഴ്സിനൊക്കെ 8 ലക്ഷം വരെ ഉണ്ട്. വെറുതെയാ. പഠിച്ചവരുടെ അടുത്ത് ചോദിച്ചാൽ മതി.
ഞാനായിട്ട് നീ കുറ്റമൊന്നും പറയുന്നില്ല. പഠിച്ചവരുടെ അടുത്ത് ചോദിച്ചു നോക്ക്, പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണം. ഓക്കെ, വാട്ട് മാനേജർ ആര്? എന്റെ കാര്യമാണോ? എന്റെ കാര്യമാണെങ്കിൽ ഞാൻ റിലേഷൻഷിപ്പ് മാനേജറാണ്. ഞാനിപ്പം മാർക്കറ്റിംഗ് സെയിൽസ് റിലേഷൻഷിപ്പ് അതിൻ്റെ അകത്താണ്. ഞാൻ ഇന്റർഗ്ലോബ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എവിടെയാണ്? ഓക്കെ, ഞാൻ കാലിക്കറ്റ്. ആർ യു വർക്കിംഗ് ഇൻ ഇന്ത്യ ഓർ യൂറോപ്പ്? ഇഫ് യു വർക്ക് ഇൻ ഡിഫറെന്റ് കോണ്ടിനെന്റ് ക്യാൻ യു ഷെയർ? ഇല്ലല്ല, ഒറ്റ കോണ്ടിനെന്റ്, ഒറ്റ സ്റ്റേറ്റ്. ഞാൻ 20 വർഷത്തിൻ്റെ അകത്ത് 19 വർഷം ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ടിലായിരുന്നു. ഞാൻ ഇപ്പം കാലിക്കറ്റിലാണ്. കാലിക്കറ്റിലെ എയർപോർട്ടിലല്ല, ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ. ഞാൻ ഒരുവിധം എയർപോർട്ടിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലും, ഗ്രൗണ്ട് ഓപ്പറേഷൻസിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഞാൻ പോയി. ഞാൻ പോകാത്തത് സേഫ്റ്റിയാണ്. ഞാൻ പഠിച്ചു, സേഫ്റ്റി ക്വാളിറ്റി ഞാൻ പഠിച്ചു. അയാട്ടയുടെ ഇന്റേണൽ ഓഡിറ്റർ ഒക്കെ പാസ്സായി. ഐസാഗോയ്ക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഒന്ന് മാറ്റി ചിന്തിക്കാന്ന് വിചാരിച്ചു. എയർപോർട്ട് തന്നെ ആയി കഴിഞ്ഞാൽ എത്ര നാളെന്ന് പറഞ്ഞാൽ ബോറടിക്കുന്നു. കസ്റ്റമർ സർവീസിൽ പോയി, അവിടുന്ന് തുടങ്ങി. അവിടുന്ന് റാമ്പ്, സെക്യൂരിറ്റി, ക്യാബിൻ ഇൻഫറൻസ്, കാർഗോ, പിന്നെന്താ. ഞാൻ അവിടുന്ന് സേഫ്റ്റിക്കകത്തോട്ട് വരണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഞാൻ പോയില്ല. പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ മാറി. ആർ യു വർക്കിംഗ് ഇൻ ഇന്ത്യ? ഓക്കെ, അതിന്റെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ടിലായിരുന്നു 19 ഇയേഴ്സ്. പിന്നെ ഇപ്പൊ കാലിക്കറ്റിലാണ്. ഒരു 4 മാസമായിട്ട് കാലിക്കറ്റിലാണ്. എയർപോർട്ടിലല്ല, സിറ്റിയിലുണ്ട്. മാവൂർ റോഡിലാണ് ഓഫീസ്. ഇഫ് യു വർക്ക് ഇൻ ഡിഫറെന്റ് കോണ്ടിനെന്റ് ക്യാൻ യു പ്ലീസ് ഷെയർ യുവർ ലിവിംഗ് ആൻഡ് വർക്കിംഗ് എക്സ്പീരിയൻസ്? ഇല്ല മോനെ, എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ല. സർ, ഞാൻ BWFSൽ കോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വാട്ട് ഈസ് യുവർ സജഷൻ? എവിടെ? കൊച്ചിയിലാണോ? ഞാൻ ആ കൊച്ചിയിലാണോ എന്ന് ചോദിച്ചത് ആരുടെ അടുത്താണ്? ഷബീബിന്റെ അടുത്ത് ചോദിച്ചോ? ഷബീബ് കൊച്ചിയിലാണോ കോഴ്സ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഓക്കെ, കൊച്ചിയിലാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. അവിടെ ഏതാണ്ട് 1.5 ലക്ഷം രൂപയാണെന്ന് തോന്നുന്നു. സാലറി എന്ന് പോട്ടെ. കോഴ്സ് ഫീ 3 months കോഴ്സ്. 3 ആണോ 6 ആണോ എന്ന് അറിയത്തില്ല. ഇടയ്ക്ക് 3 ആണെന്ന് പറയുന്നു, ചിലർ പറയുന്നു 6 months ആണെന്ന്. അത് കഴിഞ്ഞിട്ട് അവര് ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യിക്കും. അന്നേരം കണ്ട 5000 രൂപ എങ്ങാണ്ട് സാലറി ഉള്ളൂ. പക്ഷെ 5000 രൂപയാണെങ്കിലും 10,000 രൂപയുടെ ജോലി ചെയ്യിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നിങ്ങൾ നല്ലതായിട്ടൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തന്നെ ജോലി തരും എന്ന് പറയുന്നു. എനിക്ക് അതിൽ ഉറപ്പില്ല. കിട്ടിയവരും ഉണ്ട്, കിട്ടാത്തവരും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഉറപ്പില്ല. ഞാൻ ഒരിക്കലും വേണ്ടാന്ന് പറയത്തില്ല. കാരണം ഡയറക്റ്റ് എയർപോർട്ടിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടും. കാരണം BWFSലൊക്കെ ആകുമ്പോഴത്തേനും, BWFS ട്രിവാൻഡ്രത്ത്, അതുപോലെ സാറ്റ്സ് ആണെങ്കിൽ 75,000 പ്ലസ് ടാക്സ്. കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, അവിടെ പഠിച്ചിട്ട് അവിടെ ജോലി കയറി എന്ന് പറഞ്ഞു. ഞാൻ സാറ്റ്സിൽ കുറച്ചാൾ ജോലി ചെയ്തായിരുന്നു, ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു. സോ എന്നെ അവിടെ എല്ലാവർക്കും അറിയാം. എന്നെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ചോദിച്ചാൽ അറിയാൻ പറ്റും. ഞാൻ ജെറ്റിലായിരുന്നു മോസ്റ്റ്ലി. ഒരു 12 years ജെറ്റിലായിരുന്നു. വുഡ് ലൈക്ക് ടു വർക്ക് ഇൻ ഏവിയേഷൻ സേഫ്റ്റി. വാട്ട് കോഴ്സ് ടു ഡു? ഡയറക്റ്റ് ആയിട്ട് സേഫ്റ്റി കിട്ടാൻ പാടാണ്. സേഫ്റ്റിയിൽ ഡയറക്റ്റ് ആയിട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ CPL ഹോൾഡർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം തന്നെ ഓഡിറ്റ് ആയിട്ടെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് പയ്യെ കയറാം. നമ്മൾ കയറി കഴിഞ്ഞ് നമുക്ക് എക്സ്പീരിയൻസ് കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ നല്ല രീതിയിലൊക്കെ നല്ലതാണ്. സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കുറച്ച് സേഫ് ആണ്, പക്ഷെ എന്നാലും കുറച്ച് റിസ്കിയാണ്. ഐ ആം എ ലോജിസ്റ്റിക് സ്റ്റുഡന്റ്. ക്യാൻ യു പ്ലീസ് ഗീവ് മീ സം അഡ്വൈസ്? പിന്നെ ലോജിസ്റ്റിക്കിന്റെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇൻഡിഗോയിൽ ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം അത് ഇൻഡിഗോയുടെ കരിയേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വേക്കൻസീസ് ഉണ്ട് കേട്ടോ. ഇൻഡിഗോ മാത്രമല്ല, എല്ലാത്തിലും ലോജിസ്റ്റിക് ഒക്കെ നല്ല സ്കോപ്പുള്ള സാധനമാണ്. പക്ഷെ നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രെയിൻഡ് ആയിരിക്കണം. അവിടെ ചെന്ന് ഇന്റർവ്യൂസ് പാസ്സാവണം. ഇനിഷ്യലി നിങ്ങൾ ഒരു കാർഗോ ഏജൻസി കയറിയാണെങ്കിലും നിങ്ങൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്താണെന്ന് പഠിക്കുക. ഒരു എന്താ പറയുക, എയർവേബിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കുക. ഇപ്പൊ എല്ലാം എഴുതുമൊന്നും വേണ്ട. പണ്ടൊക്കെ എഴുതണമായിരുന്നു, ഞങ്ങളുടെയൊക്കെ കാലത്ത് എഴുതണമായിരുന്നു. ഇപ്പൊ എല്ലാം സിസ്റ്റത്തിൽ ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രം മതി. വോളിയം ആണെങ്കിൽ വോളിയം, പീസ്, വെയിറ്റ് ഒക്കെ കൊടുത്ത് സെക്ടറും കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം എയർവേ ബില്ല് വരും. 20 years നാട്ടിൽ വർക്ക് ചെയ്തിട്ട് ഫിനാൻഷ്യൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടോ? കൂടാതെ ഇപ്പോൾ നാട്ടിൽ ആളുകൾ വർക്ക് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നില്ല, പകരം നല്ല വർക്ക് ബാലൻസ് ഉള്ള രാജ്യങ്ങൾ ആളുകൾ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഞാൻ 20 years വർക്ക് ചെയ്തു. എനിക്ക് എന്തെങ്കിലും
എന്താ പറയുന്നത്, ഫിനാൻഷ്യൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ജോലി ചെയ്തത്. ഞാൻ എൻ്റെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പം ഒരുപാട് പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് പേര് വേറെ ജോലി പോയി. ഈവൻ ഞാൻ ഏവിയേഷൻ ഇഷ്ടപ്പെട്ട് വന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല. എൻ്റെ കഥ ഞാൻ പറയാം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലതായിട്ട് പഠിക്കുന്നത് കാരണം ഏതാണ്ട് ഒരു 10-17 പേപ്പർ കിട്ടാനുണ്ടായിരുന്നു. അപ്പൊ ഫൈനൽ ഇയർ ആയപ്പോഴത്തേന് 17 പേപ്പറൊക്കെ എഴുതി. 17ഉം പിന്നെ ആ വർഷത്തെ ഒരു 5-6 കൂടെ ചേർത്ത് ഒരു 10-22 പേപ്പർ എഴുതി. അത് കിട്ടത്തില്ല എന്ന് ഉറപ്പായിരുന്നു. ആ പ്രാവശ്യം എനിക്ക് കിട്ടത്തില്ല എന്ന് ഉറപ്പായിരുന്നു. അപ്പം തിരിച്ച് നാട്ടിൽ ചെന്നപ്പോൾ, ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചത്, തിരിച്ച് നാട്ടിൽ ചെന്നപ്പോഴത്തേന് നാട്ടുകാരൊക്കെ ചോദിച്ചു ഇനി അടുത്ത എന്താണെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഇത്രയും പേപ്പേഴ്സ് ഒക്കെ എനിക്ക് അരിയർ ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഏവിയേഷൻ പഠിക്കാൻ പോകാന്ന് പറഞ്ഞു. കാരണം അന്ന് രാവിലെ പത്രത്തിൽ മനോരമ എടുത്ത് നോക്കിയപ്പം കാണാം അതിൻ്റെ അകത്ത് ഏവിയേഷൻ പഠിച്ചാൽ ഇപ്പൊ എയർപോർട്ടിൽ കിട്ടുമെന്ന് പറഞ്ഞൊരു പരസ്യം കണ്ടു. അങ്ങനെ ഞാൻ ഓടിപ്പോയി അത് തിരക്കി. അങ്ങനെ നാട്ടുകാരുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഏവിയേഷനിലേക്ക്. പലരും നമ്മുടെ കൂട്ടത്തിലുള്ള പലരും അങ്ങനെ തന്നെ വന്നവരായിരിക്കും. പക്ഷെ അതിൽ പിന്നെ ഞാൻ ഏവിയേഷൻ വന്നതിൽ പിന്നെ പഠിക്കാൻ തുടങ്ങിയതിൽ പിന്നെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി. ഞാൻ അയട്ടയാണ് പഠിച്ചത്. അപ്പം അയട്ട എഴുതിയെടുത്തു. ആ വർഷം തന്നെ നെക്സ്റ്റ് ഇയർ തന്നെ ഞാൻ അയട്ട എഴുതിയെടുത്തു. എൻ്റെ ഡിഗ്രി എല്ലാം ഈ 17 പേപ്പർ അരിയറുള്ള എല്ലാം എഴുതിയെടുത്തു. ഞാൻ അങ്ങനെ 2004 തുടങ്ങിയതാണ്. അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഏവിയേഷൻ അല്ലെങ്കിൽ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളിലാണ് ചെയ്യുന്നത്. സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങി. ഞാൻ ഈവൻ ദോ എനിക്ക് വർക്കുണ്ട്, പക്ഷെ സ്വന്തം ഒരു കമ്പനിയുണ്ട്. അതാണ് ഈ ഏവിയേഷൻ മെൻസ് എന്ന് പറയുന്നത് ഈ സാധനം. ഓക്കെ, അത് എന്താ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പം ഞാൻ അങ്ങനെ പോകുന്നു. അപ്പം മെയിനായിട്ട് പറഞ്ഞു തന്നെന്ന് പറഞ്ഞാല് ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതല്ല. ഞാൻ ജോലി എൻജോയ് ചെയ്ത് പോകുന്നു. ഞാൻ ഫാമിലി മാൻ ആണ്. അപ്പം 3 പിള്ളേരുണ്ട്. എനിക്ക് എൻ്റെ പിള്ളേരുടെ കൂടെ നിൽക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ വേറെ എങ്ങോട്ടും നോക്കിയില്ല. ഇപ്പം ഈ 20ാം വർഷമാണ് ഞാൻ ആക്ച്വലി ഫാമിലിയെ പിരിഞ്ഞ് കാലിക്കറ്റിൽ ഞാൻ ബാക്കി ഫാമിലി മൊത്തം ട്രിവാൻഡ്രത്ത് അങ്ങനെ പോകുന്നത്. അതുകൊണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നാട്ടിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഏവിയേഷനിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ഒരിക്കലും നിങ്ങൾ എൻജോയ് ചെയ്യത്തില്ല. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഏവിയേഷൻ ഒരിക്കലും എൻജോയ് ചെയ്യത്തില്ല. ഐ ആം വർക്കിംഗ് ഇൻ AISL കൊച്ചിൻ സ്റ്റേഷൻ. ഭായ് പേരും കൂടെ ഒന്ന് പറഞ്ഞോ, ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാ. നിങ്ങൾ ആ ചെയ്ത വീഡിയോ ഉത്തരം പറയാമോ? ആ വിമാനത്തിന്റെ മുന്നിലുള്ള ഡോട്ടിന്റെ കാര്യം. അതാ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞു. ഞാൻ ഉത്തരം പറയത്തില്ല. ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കണം. എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. എന്തിനാണ് ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് അറിയണമെന്നുള്ളത്? എല്ലാവരും ഏവിയേഷൻ ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷെ അങ്ങനെ ഒരു ഡോട്ട് അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഓരോരുത്തർ ചോദിക്കുക ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് കേൾക്കുന്നേന്ന്. അങ്ങനെയല്ലല്ലോ. ഡു യു നോ സോണി സർ? ഹി ഈസ് വർക്കിംഗ് ഇൻ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. എനിക്ക് ഒരുപാട് സോണിയെ അറിയാം. ട്രിവാൻഡ്രം എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന സോണിയെ അറിയാം, കാലിക്കറ്റിലുള്ള സോണിയെ അറിയാം, കണ്ണൂരുള്ള സോണിയെ അറിയാം. ഇതിന്റെ അകത്ത് ഏത് സോണി സാറാ? എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു സോണിയെ അറിയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കൂ. ഇൻഡിഗോയുടെ സൈറ്റ് കരിയേഴ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് മൊത്തമല്ല കൂടുതലും കിടക്കുന്നത് കാർഗോ ഓപ്പറേഷൻസ് ആട്ടോ. ഓക്കെ, എക്സിക്യൂട്ടീവ് ഗോഹട്ടി അടക്കം AO ആൻഡ് CS. യൂട്യൂബ് ഉണ്ട്. യൂട്യൂബിലാണ് മെയിനായിട്ട്. കാരണം ഇൻസ്റ്റയില് 10,000 പേരേ ഉള്ളൂ. യൂട്യൂബിൽ 63-64 പേരെ കണ്ടേ. യൂട്യൂബാണ് പണ്ടോട്ടേ ഉള്ള. ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഈയിടയ്ക്ക് തുടങ്ങിയതാണ്. ഐ ആം ജെറിൻ. ഐ മെസ്സേജ് യു ബിഫോർ ഇൻ FB. ഓക്കെ. ഇതിൻ്റെ അകത്തൊക്കെ ഫ്ലാപ്സ് എന്നൊക്കെ എഴുതി കാണിക്കുന്നത്. അതുകൊണ്ട് ആരാ ഏതാണെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. ഞാനങ്ങനെ ഫേസ്ബുക്കിൽ ആക്റ്റീവ് അല്ല. ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും ആക്റ്റീവാണ്. ഞാൻ സഞ്ജയ് സർ. ഓക്കെ. ഞാൻ വിചാരിച്ചു ഞാൻ സഞ്ജയ് സാറിന് എന്ന് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ സഞ്ജയ് മോനെ കുത്തും കോമയൊക്കെ ഉണ്ട്. ഞാൻ സഞ്ജയ് സാറിന് എന്ന് മെസ്സേജ് അയച്ചിരുന്നു. ഓക്കെ, നൈസ്. ഐ ആം CC സ്റ്റുഡന്റ്. എന്നിട്ട് ഇന്റർവ്യൂ വല്ലതും അറ്റൻഡ് ചെയ്തോ? നിങ്ങളെല്ലാം ക്യാബിൻ ക്രൂവിനൊക്കെ പഠിക്കുന്നുണ്ട്. ക്യാബിൻ ക്രൂ അല്ലേ? CC എന്ന് ഉദ്ദേശിച്ച ക്യാബിൻ ക്രൂ അല്ലേ?
ക്യാബിൻ ക്രൂവിന് പഠിക്കുന്നവരടുത്ത് ഞാൻ ആദ്യം പറയുന്നത്, എന്നോട് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്നത്, നിങ്ങൾ പോയി ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം. ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ട് സി വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ ആൻഡ് വാട്ട് ദേ ആർ ആസ്കിങ്. എന്താണ് റിക്വയർമെന്റ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത്, അത് എന്താണ് അവർ ചോദിക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇത് ആരാ എനിക്ക് മെസ്സേജ് അയച്ചതെന്ന് എനിക്കറിയത്തില്ല. ഷെറിൻ. ഓക്കെ, ഗ്രൗണ്ട് സ്റ്റാഫ് ആണ് സാർ. അത് എന്തിന്റെ മറുപടിയാണ് ഈ അയക്കുന്നത്? ഞാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം എന്തിന്റെ മറുപടിയാണ് ഗ്രൗണ്ട് സ്റ്റാഫ് ആണ് സാർ എന്ന് പറഞ്ഞാൽ? ഹക്കീം, ഹായ് ഹായ് ഹായ്. പലരും വന്ന് ഹായ് പറഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് പോകും. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് മറുപടി ഒന്നും വരുന്നില്ല. മറുപടിയല്ല, അത് കഴിഞ്ഞ് നാട്ടിൽ എവിടെയാ പ്ലേസ് എന്റെ ആണോ? ഞാൻ ബേസിക്കലി പുനലൂരാണ് വീട്. പക്ഷെ ഞാനൊരു 20 years ആയിട്ട് ട്രിവാൻഡ്രം സെറ്റിൽഡ് ആണ്. ഇപ്പം കാലിക്കറ്റിലെ മാവൂർ റോഡിലാണ് ഓഫീസ്. ഇന്റർഗ്ലോബ് എന്നാണ് കമ്പനിയുടെ പേര്. ഇന്റർഗ്ലോബ് ഒക്കെ കേട്ടിട്ടുണ്ടോ എന്തോ? ഇന്റർഗ്ലോബിന്റെ ടെക്നോളജിയിലാണ് ഞാൻ. സുഖമാണോ സാർ? പരമസുഖം, ഒരു കുഴപ്പമില്ല. ഒന്നുകൂടെ പറയാമോ സാർ? ക്ലിയർ പോയി. ഓക്കെ, ക്യാബിൻ ക്രൂവിന്റെ കാര്യമല്ലേ? ക്യാബിൻ ക്രൂ ആണെങ്കിൽ, ഓക്കെ, ഷെറിന്റെ അടുത്താണേ, ക്യാബിൻ ക്രൂ ആണ് ഇത് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ, ക്യാബിൻ ക്രൂവിന്റെ സ്റ്റുഡന്റ് ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ മാക്സിമം ഇന്റർവ്യൂസ് പോയി ആദ്യം കാണണം. നമ്മൾ ഒരിക്കലും ഫസ്റ്റ് ഇന്റർവ്യൂവിന് പോയി, അല്ലെങ്കിൽ അന്ന് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പോയി നമ്മൾ റെഡി ആവാന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് റെഡി ആവത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾ പോയി ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം. നമുക്ക് ആ ഒരു ഫീൽ ദ പ്രഷർ ഒരു 5 പ്രാവശ്യം പോവുക. നിങ്ങൾ പഠിച്ചോ, പഠിക്കുന്നതിന്റെ കൂടെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ജോലിക്ക് കയറാം, അത് വേറെ കാര്യം. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോകണ്ടെന്നേ പറയത്തുള്ളൂ. യൂഷ്വലി അവർ പോകണ്ടെന്നേ പറയത്തുള്ളൂ. കാരണം അവർക്ക് പൈസ മൊത്തം കിട്ടുന്നിടം വരെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പോകണ്ടെന്നേ പറയത്തുള്ളൂ. പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവാലോ. അപ്പം നിങ്ങൾ പോയിട്ട് ഫീൽ ദാറ്റ് പ്രഷർ. അവിടെ എന്താ സംഭവിക്കുന്നത്, എത്ര റൗണ്ട്സ് ഉണ്ട്, ഓരോ റൗണ്ടിലും എന്താണ് ചോദിക്കുന്നത്. നിങ്ങൾ അവിടെ വെറുതെ നിന്നാൽ മതി. എന്ന് വെച്ചാൽ അവിടെ വെറുതെ എന്താന്ന് പറഞ്ഞാൽ അറ്റൻഡ് ചെയ്യണം, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാനും അതിൻ്റെ അകത്ത് പോയി അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരുന്നവരുടെ അടുത്ത് സംസാരിക്കാനും, അവരോട് എന്താ ചോദിച്ചത്, എന്തൊക്കെയാണ് അവിടുത്തെ റിക്വയർമെന്റ്, ഹൈറ്റ് എത്ര, വെയിറ്റ് എത്ര, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഒരു 4-5 ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ പിന്നെ 6ാമത്തേന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും, ഇഫ് യു ആർ വെൽ പ്രിപ്പയർഡ്. അങ്ങനെ നമ്മൾ ഓരോരോ ഇന്റർവ്യൂവിന് പോകണം. നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമുക്ക് ഫസ്റ്റ് ഇന്റർവ്യൂവിന് പോയപ്പം ഫസ്റ്റ് റൗണ്ടിൽ പോയെന്ന് വെച്ചോ, അതായത് നമ്മൾ ഔട്ട് ആയെന്ന് വെച്ചോ, സെക്കൻഡ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ആ ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് ലാസ്റ്റ് ടൈം എന്താണ് മിസ്സായത് അതും കൂടെ പഠിച്ചിട്ട് വേണം സെക്കൻഡ് ടൈം പോകാൻ. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ആദ്യത്തെ റൗണ്ടിൽ പോയി, രണ്ടാമത്തെ പ്രാവശ്യം ഫസ്റ്റ് റൗണ്ടിൽ പോയി, മൂന്നാമത്തെ പ്രാവശ്യം പോയിട്ട് ഫസ്റ്റ് റൗണ്ടിൽ പോകാൻ വേണ്ടിയിട്ട് പോകരുത്. നമ്മൾ ഫസ്റ്റ് റൗണ്ട് പാസ്സാകാൻ വേണ്ടിയിട്ട് അടുത്ത തവണ പോകാം. ഓക്കെ, അടുത്ത പ്രാവശ്യം ചിലപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് ഔട്ട് ആയത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് പഠിച്ച് കാര്യങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് നെക്സ്റ്റ് ടൈം പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് സെക്കൻഡ് റൗണ്ട് പാസ്സാവാൻ വേണ്ടിയിട്ട് പോകണം. അങ്ങനെ ഗ്രാജുവലി നിങ്ങൾ ഫൈനൽ റൗണ്ടിലെത്തി ഫൈനൽ റൗണ്ട് പാസ് ആവാൻ വേണ്ടിയിട്ട് പോകണം. നിങ്ങൾ അങ്ങനെ പ്രിപ്പയർ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഗോൾ എന്ന് പറയുന്ന സാധനത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. പലരും പറയും എന്റെ ഡ്രീമാണെന്ന്. പക്ഷെ ഈ ഡ്രീം എന്ന് പറയുന്നത് രാത്രി കാണും രാവിലെ മറക്കുന്ന സാധനമാണ്. നമുക്ക് അങ്ങനെ ആവരുത്. അങ്ങനെ ഉള്ളവര് ശരിക്കും പറഞ്ഞാൽ ഏവിയേഷൻ വിട്ട് വേറെ ഏതെങ്കിലും പണിക്ക് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. നേഹാസനിൽ ഐ ആം ജോ ജിറ്റു ജേക്കബ് തോമസ്. ഹായ്. ബാസ് അയാം ആരൻ ജി. ചോദിക്കൂ, ക്വസ്റ്റ്യൻസ് തീർന്നോ? ആർക്കെങ്കിലും എൻ്റെ അടുത്ത് ഡയറക്റ്റ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം കേട്ടോ. മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ റോയിയെ അക്സെപ്റ്റ് ചെയ്തു, പക്ഷെ കേറുന്നില്ല എന്തോ. ബാസിം ഹായ് ഹായ്. എനിക്ക് ഹലോ പറയാൻ എന്തെങ്കിലും ചോദിക്കൂ. നമ്മളിങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ.
ഷെറിന് അടുത്ത ഇന്റർവ്യൂവിന് പോയിട്ട് വന്നിട്ട് എന്താ സംഭവിക്കുന്നത് ഒന്ന് മെസ്സേജ് അയച്ച് പറയണേ. ഞാൻ ഈ പറഞ്ഞത് നിങ്ങളുടെ ഒരു 4-5 കൂട്ടുകാരുടെ അടുത്ത് പറയുക, എന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് പ്രിപ്പയർഡ് ആയിട്ട് പോവുക. ചിലപ്പോൾ ആ പ്രാവശ്യം നമ്മൾ വിളിച്ചോണ്ട് പോയ ആൾക്ക് കിട്ടുമായിരിക്കും. അവര് രക്ഷപ്പെട്ട് പോയിക്കോട്ടെ, പക്ഷെ അവരുടെ അടുത്ത് എന്താ ചോദിച്ചതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമോ? വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ സർ? എന്തിനാ മോനെ? ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, അവസാനം ആ ഗ്രൂപ്പിലേക്ക് വരുന്ന പടമെല്ലാം കൂടെ കണ്ടപ്പോൾ ഞാൻ മടുത്ത് നിർത്തി. അല്ലാതെ ചാനലുണ്ട്, ഏവിയേഷൻ മൈൻസ് എന്ന് പറഞ്ഞ ചാനലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അയച്ചോ. ഞാൻ പറഞ്ഞല്ലോ, DM ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ തരാം. നിങ്ങൾക്ക് ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐ ആം ഹാപ്പി ടു ഹെൽപ്പ്. +2 വെച്ച് ഡബ്സി എയർപോർട്ടിൽ എന്തൊക്കെ ജോബ് കിട്ടുമോ ബ്രോ? അത് മനസ്സിലായില്ല. എന്ത് ഡബ്സി? എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ആണോ അതോ ടോർച്ച് പബ് ആണോ ബെറ്റർ? അതെന്തോ അത്? എന്റെ മനസ്സിൽ ഷോർട്ട് ഫോം ഒക്കെ അയക്കാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഷോർട്ട് ഫോം ഒന്നും ആയിരിക്കത്തില്ല എന്റെ മനസ്സിൽ കൂടെ വരുന്നത്. ഞാൻ ഇതുവരെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല. കോഴ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമോ? വാട്സപ്പിൽ അയക്കുമോ? അയ്യോ, പ്രിപ്പയർ ചെയ്യാനൊന്നുമില്ല. നിങ്ങൾ ആദ്യം പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും. നിങ്ങൾക്ക് കിട്ടുമോ കിട്ടാതിരിക്കോ, പക്ഷെ ആ ഇന്റർവ്യൂവിന്റെ ആ ഒരു പ്രഷർ യു നീഡ് ടു ഫീൽ ദാറ്റ്. നമ്മളിപ്പം ഇന്റർവ്യൂയുടെ അല്ലെങ്കിൽ സ്പൈസിന്റെ ഒക്കെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ചിലപ്പോൾ അവിടെ 1000 പേര് കാണും. ആ 1000 പേരിന്റെ അകത്തു നിന്ന് ഒരു 10 പേരെ ആയിരിക്കും അവർക്ക് ആവശ്യമുള്ളത്. അപ്പം അതിനനുസരിച്ച് എല്ലാ പ്രാവശ്യവും പോകുന്നവർക്കെല്ലാം കിട്ടിയെന്ന് വരത്തില്ല. സോ യു ഗോ, ഫീൽ ദ പ്രഷർ. അവിടെ അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്യാതെ ഫീൽ ദ പ്രഷർ ഒന്നും അല്ല ഞാൻ പറയുന്നത്. അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവർ ചോദിക്കുന്നത്, എന്താണ് അതിന്റെ റിക്വയർമെന്റ്, പോയി അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ അടുത്ത പ്രാവശ്യം പോവുക. അല്ലാതെ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം പറഞ്ഞു തരണമെന്ന്. നിങ്ങൾ എന്തുകൊണ്ടാണ് തന്നെ പഠിക്കാത്തത്? ഞാൻ അഹങ്കാരമായിട്ടൊന്നും പറയല്ല. ഞാൻ ലോഡ് ആൻഡ് ട്രിം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ലോഡ് ആൻഡ് ട്രിം എന്ന് പറയുന്നത് ലോഡ് ഷീറ്റ്, ട്രിം ഷീറ്റ്. നീ അതെന്താണെന്ന് ചോദിക്കരുത്, മനസ്സിലാക്കിക്കോ. അത് അറിയാൻ വേണമെങ്കിൽ അത് പഠിച്ചോ. ലോഡ് ആൻഡ് ട്രിം എന്താണ്, ഫ്ലൈറ്റിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്താണ്, ഇതൊക്കെ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും, ഞാൻ ഡെക്കാനിലായിരുന്നു ആ സമയത്ത്, ഞങ്ങൾ രണ്ടുപേരും അതായത് ലോഡ് ആൻഡ് ട്രിം ചെയ്തുകൊണ്ടിരിക്കുന്ന 2-3 പേരുടെ അടുത്ത് പുറകെ നടന്ന് ചോദിച്ചതൊന്ന് പഠിപ്പിച്ചു തരുമോ. സംഭവം ഒരു മെയിൻ സംഭവമാണ്. ലോഡ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഞങ്ങളിത് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പഠിപ്പിച്ചു തന്നില്ല. കാരണം പഠിപ്പിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വില പോയല്ലോ. അങ്ങനെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല്, ഞാനും എന്റെ ഫ്രണ്ട് പ്രശാന്ത് എന്നാണ് പേര്, ഞങ്ങൾ രണ്ടുപേരും നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് അവിടെ അതിന് മുന്നേ ചെയ്ത ലോഡ് ഷീറ്റ് എടുത്ത് ഓരോന്ന് നോക്കി എന്താണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്, ഡ്രൈ ഓപ്പറേറ്റിംഗ് വെയിറ്റ് എന്താണ്, DOW എന്താണ്, APS വെയിറ്റ് എന്താണ്, അതുപോലെ ടേക്ക് ഓഫ് വെയിറ്റ് എന്താണ്, റെസ്ട്രിക്റ്റഡ് ടേക്ക് ഓഫ് വെയിറ്റ് എന്താണ്, ഫ്യൂവൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡെഡ് ലോഡ് കണ്ടുപിടിക്കുന്നത്, ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അതായത് ലോഡ് ഷീറ്റിന്റെ ഒരു കോപ്പി എടുത്ത് പ്രിന്റ് എടുത്ത് നമ്മൾ അതിൻ്റെ അകത്ത് എഴുതി പഠിക്കാൻ തുടങ്ങി. അവസാനം ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാല്, ഇതിന് മുന്നേ ഉണ്ടായിരുന്നു, അതായത് കമ്പനി പോലും നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഓൾറെഡി മറ്റവരുണ്ടല്ലോ. അങ്ങനെ സപ്പോർട്ട് ചെയ്യാതിരുന്നിട്ട് ലാസ്റ്റ് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാല്, അവിടെ ചെയ്തുകൊണ്ടിരുന്നവർക്കെല്ലാം വേറെ ജോലി കിട്ടി അവർ പോയി. അപ്പൊ ലാസ്റ്റ് കമ്പനിക്ക് ആളില്ല, പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളില്ല, അല്ലെങ്കിൽ ഒരാളെ പഠിപ്പിച്ചെടുക്കണം. അപ്പോഴാണ് ഞാനും പ്രശാന്തും ഇത് തന്നെ പഠിച്ചു എന്നുള്ളത് അവർക്ക് മനസ്സിലായത്. നമ്മൾ പഠിച്ചു എന്നുള്ളത് അവർക്ക് അറിയത്തില്ലായിരുന്നു, പക്ഷെ നമുക്ക് കാര്യങ്ങൾ അറിയാവുന്ന അവർക്കറിയായിരുന്നു. അങ്ങനെ നമ്മളെടുത്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മള് കൂളായിട്ട്, കാരണം എല്ലാ ദിവസവും ഇത് തന്നെയല്ലേ പണി. നമുക്ക് ജോലി കഴിഞ്ഞിട്ട്, അത് നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നൈറ്റ് ഷിഫ്റ്റിൽ ഒരു ഫ്ലൈറ്റ് 10-10:30 ആകുമ്പോൾ വരും. പിന്നെ ആ ഫ്ലൈറ്റ് പോകുന്നത് രാവിലെ 4 മണിക്കാണ്. അപ്പൊ നമ്മുടെ ജോലി ഏതാണ്ട് 12 മണിയാകുമ്പോൾ കഴിയും. 12 തൊട്ട് 4 വരെ യൂഷ്വലി നമ്മൾ കിടന്ന് ഉറങ്ങുന്ന സമയം അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന ടൈമാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുത്തിയിരുന്നത് ഇങ്ങനെ എഴുതി ആദ്യമൊക്കെ ലോഡ് ഷീറ്റ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് 1 മണിക്കൂറൊക്കെ ഒരു ലോഡ് ഷീറ്റിന് വേണ്ടി വന്നു. പക്ഷെ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേന് നമുക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഫിഗേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു. ആ സ്പീഡിൽ ചെയ്യുന്ന കണ്ടിട്ട് പിന്നെ ഞാനും പ്രശാന്തും ആയിരുന്നു അവിടെ ലോഡ് ഷീറ്റ് മൊത്തം ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊരു 2 മാസത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 300 ലോഡ് ഷീറ്റ് ചെയ്തിട്ടുണ്ട്. 300 അടുപ്പിച്ച് 2-3 മാസത്തിൽ എനിക്ക് 300 ലോഡ് ഷീറ്റിന് അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാല്,
എല്ലാവരും എല്ലാം പറഞ്ഞു തന്നിട്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കരുത്. നമ്മൾ എപ്പോഴും നമ്മളായിട്ട് തന്നെ, അതായത് നാളെ ഒരിക്കൽ ഒരുത്തൻ വന്നിട്ട് നമ്മളെ കൈ ചൂണ്ടി നിനക്കറിയില്ല, നിനക്കറിയാൻ മേലാത്തതുകൊണ്ടാണ് ഞാനിത് ചെയ്യാഞ്ഞത്, അല്ലെങ്കിൽ ഞാനിത് തരാത്തതെന്ന് പറയരുത് കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങൾ പഠിക്കണം, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് സപ്പോർട്ട് ചെയ്യണോ അത് ഞാൻ ചെയ്തു തരാം. അല്ലാതെ ഞാൻ പറഞ്ഞു തന്ന്, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ അല്ലാതെ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഓൺലൈൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, അതിനൊക്കെ ഞാൻ പറഞ്ഞു തരും. പക്ഷെ അല്ലാതെ നിങ്ങളുടെ ലൈഫിൽ ഡെവലപ്പ് ചെയ്യേണ്ട സാധനങ്ങൾ നിങ്ങൾ ചെയ്തു തന്നെ പോകണം. ഞാൻ പഠിപ്പിക്കത്തില്ല, അത് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കത്തില്ല. ഓക്കെ, സഞ്ജയ് എന്തൊക്കെയോ ചോദിച്ചു. എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ആണോ? ഓക്കെ, ടെക് പബ്. ഓക്കെ, ടെക്നീഷ്യൻ ആണ് ആക്ച്വലി ജോലി കിട്ടാൻ ചാൻസ് കൂടുതൽ. എയർപോർട്ടില്, അല്ല സോറി, എയറോനോട്ടിക്കല് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ ടെക്നീഷ്യൻ ആയിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾ പേപ്പേഴ്സ് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് അവിടുന്ന് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പം എന്നെ സംബന്ധിച്ച് ജോലി കിട്ടാൻ എളുപ്പം ടെക്നീഷ്യനാണ്. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ടെക്നീഷ്യൻസിനാണ് ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത്. പിന്നെ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു ഫ്ലൈറ്റ്, ഒരു ഹോൾട്ട് ഫ്ലൈറ്റ് ഉണ്ട്, ഒരു എഞ്ചിനീയറും 5 ടെക്നീഷ്യനും കാണും. അപ്പം അതിനനുസരിച്ച് നമ്പർ ഓഫ് വേക്കൻസീസ് കൂടുതൽ ടെക്നീഷ്യൻസിനാണ്. ദുബായ് എന്നായിരിക്കും ഉദ്ദേശിച്ചത്? എന്ത് +2 വെച്ച് കിട്ടുന്ന എയർപോർട്ട് ജോബ്? +2 വെച്ച് കിട്ടുന്ന എയർപോർട്ട് ജോബ് കിട്ടുമോ സാർ? +2 വെച്ച് എയർലൈൻസിൽ കിട്ടത്തില്ല, അത് മനസ്സിലാക്കിക്കോ. എയർലൈൻസിലെല്ലാം ഡിഗ്രി മസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു ട്രെയിനി വേക്കൻസീസ് ഒക്കെ വരുമായിരുന്നു, ട്രെയിനി എക്സിക്യൂട്ടീവ് എന്നോ ട്രെയിനി ഏജന്റ് എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇപ്പൊ അതില്ല. ട്രെയിനി എന്ന് പറഞ്ഞു വരും, ജൂനിയർ എന്ന് പറഞ്ഞു വരും, ഇപ്പൊ അതില്ല. പക്ഷെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനീസിൽ ഒരു ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്, അതിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ കിട്ടുന്ന ജോലിയിൽ കയറുക. സാർ, ഈ CCJ ഫുൾ ഫോം എന്താ? കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്. നിങ്ങൾ ഒരിക്കലും ഈ സിയുടെയും ജെയുടെയും ഫുൾ ഫോം നോക്കരുത്. ഇപ്പൊ കൊൽക്കത്തയ്ക്ക് CCU ആണ്, മംഗലാപുരം IXE ആണ്, മധുരൈ IXM ആണ്, കോയമ്പത്തൂർ CJB ആണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയൊന്നും നോക്കരുത് കേട്ടോ. ഏവിയേഷൻ ബെസ്റ്റ് സാലറി ജോബ് ഇൻ ഇന്ത്യ. എന്റെ മോനെ, അതിൻ്റെ അതേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഏവിയേഷനിൽ ബെസ്റ്റ് സാലറി എന്ന് പറഞ്ഞാൽ അത് എഞ്ചിനീയേഴ്സിനും പൈലറ്റ്സിനുമാണ് കിട്ടുന്നത്. അവർക്ക് സാലറി അല്ല. എഞ്ചിനീയേഴ്സിന് സാലറി ആയിട്ടും പൈലറ്റിന് അത് ഫ്ലൈയിങ് അലവൻസ് ആയിട്ടും കിട്ടുന്നത്. എന്തായിരിക്കും അപ്കമിങ് ഇന്റർവ്യൂസ്? സാറിന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമോ? മോനെ, അത് കിട്ടുവാണെങ്കിൽ ഞാൻ നോക്കട്ടെ. ഞാൻ അധികം അങ്ങനെ ചെയ്യാറില്ല, എന്നാലും നോക്കാം. അയ്യോ, ഒരുപാടെണ്ണം മിസ്സായി പോയല്ലോ. ഞാൻ കൈയൊന്നും ഇത് ചെയ്തപ്പോഴത്തേനും ഞാൻ വെളിന്ന് വായിച്ചു വന്നതാ. ഓക്കെ, എന്തെങ്കിലും അപ്കമിങ് ജോബ്സ്? ഓക്കെ, സാർ എനിക്ക് +2 ക്വാളിഫിക്കേഷനേ ഉള്ളൂ, എനിക്ക് പറ്റുന്ന ജോബ് കിട്ടുന്ന കോഴ്സ് ഒന്ന് പറയാമോ? ഡിഗ്രി കോഴ്സിന് +2 മതി. അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പാടാ കേട്ടോ. +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുക, പറ്റുമെങ്കിൽ എയർപോർട്ടിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് കയറുക. അത് ഈവൻ ഷോപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, ഒരു 15 to 18 ഒക്കെ ശമ്പളം കിട്ടുന്ന ഏതെങ്കിലും ഒരു ജോലിക്ക് കയറുക. അവിടെ ഇരുന്നോട്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ബൈ ദ ടൈം യു ക്യാൻ കംപ്ലീറ്റ് യുവർ ഡിഗ്രി കോഴ്സ്. എന്നിട്ട് അവിടെ ഉള്ള കോൺടാക്ട്സ് വെച്ച് നിങ്ങൾക്ക് അതിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡിസ്പാച്ച്. എന്ത് ഡിസ്പാച്ച്? സാധനങ്ങൾ ഡിസ്പാച്ച് എന്നാണോ അതോ ഡിസ്പാച്ചർ ആണോ ഉദ്ദേശിക്കുന്നത്? എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ പൈലറ്റ് ജോബിന് കൂടുതൽ സ്കോപ്പ് ഉണ്ടോ? ഇല്ല. സാർ, എനിക്ക് +2 ഉള്ളൂ, കൂടുതൽ പഠിക്കാൻ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നു, ഒരു സ്കോപ്പ് ഉള്ള ഷോർട്ട് കോഴ്സ് പറയാമോ? മോനെ, ഈ ഏവിയേഷൻ പഠിക്കണ്ട നീ. ഞാൻ പറഞ്ഞല്ലോ, ഏവിയേഷൻ പഠിക്കണ്ട. ഇത് മേഖല ഏത് മേഖലയായാലും നീ ഏവിയേഷൻ കോഴ്സ് പഠിക്കണ്ട. നീ സാധാ ഒരു ഡിഗ്രി പഠിക്കും. സാധാ ഒരു ഡിഗ്രി പഠിക്കാൻ വേണ്ടി ഒരു 14 അല്ലെങ്കിൽ ഒരു 20,000 രൂപ ആവത്തുള്ളൂ. ബൈ ദ ടൈം എയർപോർട്ടിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ 20,000 എന്ന് പറയുന്നത് നിനക്ക് 2 മാസത്തിൽ എന്തായാലും സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 3 മാസത്തിൽ 20,000 സേവ് ചെയ്യാൻ പറ്റും. ഡിഗ്രി കോഴ്സ് 3 വർഷത്തേക്കാണ്.
ഓക്കെ, അതിൻ്റെ അകത്ത് ആകെ എക്സാം ഫീസും കൂടെ വരുമ്പം ഒരു 20-25 കൂട്ടിക്കോ. അത്രയും പൈസ എന്തായാലും നിനക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് വെച്ച് പക്ഷെ ഡിഗ്രി കോഴ്സ് പഠിക്കാതിരിക്കോ, ഇംഗ്ലീഷ് നല്ല ഫ്ലുവന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സ്കോപ്പ് ഉണ്ട്. എല്ലും ജോബും കിട്ടുന്ന എന്റെ മോനെ, നിന്റെ ഇംഗ്ലീഷ് ആണോ മലയാളമാണോ ഇത് എല്ലും ജോബ് കിട്ടുമെന്നാ? എനിക്ക് അത് മനസ്സിലായില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതും എനിക്ക് മനസ്സിലായില്ല. നിങ്ങളൊന്ന് തെളിച്ച് പറ, നമുക്ക് മനസ്സിലാവണ്ടേ. AMS സോഴ്സ് NC22 എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പൈലറ്റ് ലൈസൻസ് എടുക്കുന്നവർക്കാണോ പൈലറ്റ് ആവാൻ സ്കോപ്പ് കൂടുതൽ? ഇല്ലില്ല, അങ്ങനെ ഒരു സ്കോപ്പേ ഇല്ല കേട്ടോ. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചെന്ന് പറഞ്ഞ് പൈലറ്റിന് സ്കോപ്പ് കൂടുതലൊന്നുമില്ല. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ മുടക്കണം, അത് കഴിഞ്ഞ് പൈലറ്റ് ആവാൻ വേണ്ടിയിട്ട് കോടികളാണ്. അത്രയേ ഉള്ളൂ. AMS സോൾ ഏവിയേഷൻ, എന്തോ മോനെ ചോദിച്ചേ? മോനാണോ മോളാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തോ ഏവിയേഷൻ? ബാക്കി ക്വസ്റ്റ്യൻ. ഷെയ്ൻ ഷാ, അയാട്ട ഹോൾഡർ സ്കോപ്പ് ഉണ്ടാ? ഡിഗീർ ഡിസ്റ്റൻസോ? മനസ്സിലായില്ല. അയാട്ട പഠിച്ചു കഴിഞ്ഞാൽ സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് സ്കോപ്പ് ഒന്നുമില്ല. പക്ഷെ എയർ ഇന്ത്യക്ക് അയാട്ട മസ്റ്റാണ്. എയർ ഇന്ത്യ, ATSL, അതിനൊക്കെ അയാട്ട മസ്റ്റാണ്. കാരണം എയർ ഇന്ത്യ ആണ് ആക്ച്വലി അയാട്ട ഹാൻഡിൽ ചെയ്യുന്നത് ഇന്ത്യയിൽ, അതുകൊണ്ട് മാത്രം. പിന്നെ ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്താൽ മതി. നിങ്ങൾ ഏവിയേഷൻ ഡിഗ്രി ഒന്നും എടുക്കണ്ട. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഏവിയേഷൻ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ എൻ്റെ തോന്നുന്നു ഏവിയേഷൻ മാസ്റ്റേഴ്സിലോട്ട് പോവാം, അല്ലെങ്കിൽ ഏവിയേഷൻ MBA എടുക്കാം. അതല്ലാതെ നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. നമ്മൾ എയർപോർട്ടിൽ അല്ലെങ്കിൽ എയർലൈൻസിലൊക്കെ ജോലി ചെയ്യാൻ നിങ്ങൾ പറ്റുന്നിടത്തോളം ഒരു റെഗുലർ ഡിഗ്രി പഠിക്കുക. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പഠിക്കുക. ചുമ്മാ പോയി ഭാരതിയാറിന്റെയും അളകപ്പയുടെയും പിന്നെ മധുരൈ കാമരാജിന്റെയും ഒക്കെ ഡിസ്റ്റൻസ് പഠിക്കുന്നതിലും നല്ലത് ഏതെങ്കിലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള, നമുക്ക് തന്നെ ഇവിടെ കാലിക്കറ്റ് ഉണ്ട്, പിന്നെ ഏതാണ് മഹാത്മാഗാന്ധി ഉണ്ട്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, ട്രിവാൻഡ്രത്ത് കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ നല്ല ഡിഗ്രി കോഴ്സ് പഠിക്കണം. നിങ്ങൾ ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തു, പക്ഷെ ബൈ ദ ടൈം ആ 3 വർഷത്തില് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ജോലി കയറണം. എവിടെയെങ്കിലും ജോലി കയറും, നമ്മൾ എയർപോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എവിടെയെങ്കിലും കയറും. ഇല്ലാന്നുണ്ടെങ്കിൽ 3 വർഷം കഴിയുമ്പോഴത്തേന് നമുക്ക് സ്കോപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 3 വർഷം വെറുതെ ജോലിക്ക് പോകാതെ വീട്ടിൽ ജോലിയും കുത്തിയിരുന്നു, ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പലരുടെയും ലൈഫ് വേസ്റ്റ് ആകുന്ന അതാണ്. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാ? ഞാൻ എല്ലാവരുടെയും ക്വസ്റ്റ്യൻസിന് മറുപടി പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഡയറക്റ്റ് കോൾ ആയിട്ട് എൻ്റെ അത് പറഞ്ഞെന്നുണ്ടെങ്കിൽ ഒന്ന് റിക്വസ്റ്റ് അയച്ചാൽ മതി, ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ. കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഫിനിഷ് ആയോ? അപ്പൊ അടുത്ത ലൈവില് നമുക്ക് നോക്കണം. നാളെ വരാം, നാളെ ഒരു 8:30-9 ആകുമ്പോൾ വരാം. പറ്റുന്നിടത്തോളം ലൈവായിട്ട് തന്നെ വരാം. കാരണം എനിക്ക് പലരും ഈ മെസ്സേജ് അയച്ച് ആ മെസ്സേജിന് മറുപടി അയച്ച് അത് ഒരേ ക്വസ്റ്റ്യൻ തന്നെ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നല്ലത് ഇങ്ങനെ മറുപടി പറയുന്നതല്ലേ. കഴിഞ്ഞോ? അപ്പം നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.